വായിക്കാൻ പോകുന്ന സങ്കീർത്തനം 85 സങ്കീർത്തനമാണ്, Psalm 85. നമുക്ക് വാക്യപ്രതിവാക്യമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൗരവപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണിത്. സംഗീത പ്രമാണിക്ക് കൗരവപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം. എല്ലാവർക്കും എഴുന്നേറ്റ് ഒന്ന് വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. ഫസ്റ്റ് വേർഡ്സ് ആർ സിംഗ്, സെക്കൻഡ് കോൺട്രിബ്യൂഷൻ ആയിട്ട് പാടാം. അവസാന വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ട് തിരിഞ്ഞിരിക്കുന്നു. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിശ്ചയം വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാഴ്ചയുടെ വഴി നോക്കുകയും ചെയ്യും. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നമ്മോട് കരുണ കാണിക്കുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ദിവസത്തിലിരിക്കാം. ഇപ്പോൾ ക്രിസ്ത്യൻ ബോർഡ് കടന്നു വന്ന് നമ്മുടെ ദൈവത്തിന്റെ മധ്യത്തിൽ സംസാരിക്കുന്നു. Greetings to all in the precious name of our Lord and Savior Jesus Christ. കൂടുതലിരിക്കുന്ന ഏവർക്കും വീണ്ടും എന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. It's a privilege to be back home and to have the opportunity to share from the Word today on this Sunday morning. I praise God for all of His faithfulness in our travels. Because of the lack of time, I don't want to spend too much time. I only want to talk about 4 verses from this song. പ്രിയമുള്ളവരെ, വളരെ ആനന്ദമാണ് മടങ്ങി ഭവനത്തിലെത്തി ഇല്ലെങ്കിൽ അവൻ സ്വന്തം കൂട്ടായ്മയിലെത്തി ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. ഞങ്ങളുടെ യാത്രകളിലൊക്കെയും കഴിഞ്ഞ മാസം മുഴുവനും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നും പരിപാലിച്ചു. അവൻ മുമ്പിൽ സമയം വളരെ ഇല്ലല്ലോ, ഒത്തിരി സമയമെടുക്കുന്നില്ല. ഈ സംഘത്തിൽ നിന്ന് കേവലം 4 വാക്യങ്ങൾ മാത്രം പറഞ്ഞ ദിവസം ഇരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Last month, in the month of July, in our year's message of perfecting holiness, the Holy Spirit told us that you need me. You need the Holy Spirit's power, strength to perfect holiness. പ്രിയമുള്ളവരെ, നമുക്കറിയാം കഴിഞ്ഞ മാസത്തില് ജൂലൈ മാസത്തിലെ പരിശുദ്ധിയാത്മാവ് നമുക്ക് സഭയ്ക്ക് ദൂത് വരുമ്പോൾ ഈ വർഷത്തെ മുഴുവനും ചിന്താ വിഷയം അവൻ വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. കാരണം നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്ന ചുമ്മാ 70-80 വയസ്സ് വർഷം വരെ ആരാധിച്ചു പോകാനല്ല. ഇന്ന് മരിച്ചാൽ കാണേണ്ടത് അവൻ ഒരുക്കിയ ഭവനത്തിലെത്തണം. ഇല്ലെങ്കിൽ കടന്നു വന്നതോ പ്രാർത്ഥിച്ചതോ രക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടതോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചോ ഒക്കെ വ്യർത്ഥമാ. അതുകൊണ്ട് അവിടെ എത്തണമെങ്കിൽ കർത്താവിന്റെ ആത്മാ പറഞ്ഞുകൊണ്ടിരിക്കുക വർഷം വിശുദ്ധിയെ തികയ്ക്കണം. അത് ഏത് പാസ്റ്ററാണേലും ഏത് വിശ്വാസിനാണേലും ആബാലവൃദ്ധം വിശുദ്ധിയെ തികച്ചൊരു നിമിഷവും ജീവിക്കണം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ മാസം ജൂലൈയിൽ പറഞ്ഞു, നിങ്ങൾക്ക് വിശുദ്ധി ജീവിക്കണേ എന്നെ വേണം. ഞാനില്ലാതെ നിങ്ങൾക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന്റെ തുണയില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ മാസം നമ്മോട് പറയാനിടയായി. But the Word of God also says that the Spirit of God will not contend with man forever. What is the quality in us that constantly contends with the Holy Spirit? That is if our heart is not willing to budge or to break. And that quality is called hard-heartedness. When your heart is made hard and stiff and unresponsive to the move of the Holy Spirit. പ്രിയമുള്ളവരെ, നോക്കൂ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, എന്നെ നിങ്ങൾക്ക് വേണം വിശുദ്ധി ജീവിക്കാൻ. എന്റെ സഹായമില്ല, നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല. നമുക്ക് വാക്യം സൈന്യത്താലല്ല ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മോട് വന്ന് ഇടപെടുമെങ്കിലും അവൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് ദൈവം വേദനയോട് പറയുന്നൊരു വാക്കുണ്ട്, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സംസാരിക്കുന്ന ആത്മാവാ. വന്നിട്ട് വഴി പറഞ്ഞു, മോനെ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പോകണം, വഴിയിലെ ഗൈഡൻസ്.
ഒരു ചില ആൾക്കാരെ ഉപയോഗിക്കാം, വചനത്തിൽ കൂടി ഇടപെടാം, ഇല്ല ദൈവശബ്ദം റീമായായിട്ട് കേൾപ്പിക്കാം, ഇല്ല ലോഗോസ് ആകുന്ന വചനത്തിൽ കൂടി ഇടപെടാം. ഇത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് പനകളെയും ചില സമയത്ത് നെഗോ അവിശ്വാസികൾ ഉപയോഗിക്കാനുണ്ട് സംസാരിക്കാൻ. നീ പോകുന്ന വഴി ശരിയല്ല, മടങ്ങി ദേശത്തിൽ വരണമെന്ന് ഓർപ്പിക്കാൻ അനേകം ഉപയോഗിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അമ്മൻ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന ഇതാ, ആത്മാവ് നമ്മോട് വാദിക്കും. അവൻ എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഒരു നേരം കഴിഞ്ഞ് നിനക്ക് ആർക്കും ദേശത്തിൽ പോയിട്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് പലവട്ടം വാദിക്കുകയും പലരിൽ കൂടി സംസാരിക്കുകയും ചെയ്തിട്ട് നീൽഡ് ചെയ്യാതെ വരും. അതുകൊണ്ട് അദ്ദേഹം പറയാം, എന്റെ ആത്മാവ് സദാകാലം മനുഷ്യരോട് എന്തും ചെയ്തിരിക്കത്തില്ല, വാദിച്ചു. ഇതെന്താണ് നമ്മെ തടസ്സപ്പെടുത്തുന്ന ശബ്ദം കേൾക്കാൻ? അതിനെ ആ ബൈബിൾ പഠിപ്പിക്കുന്ന ഹൃദയ കാഠിന്യം. ഹൃദയം കല്ലാകുമ്പോൾ ദൈവശബ്ദത്തെ നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അവൻ ഹാർഡ് ആൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്, കഠിന ഹൃദയം. അത് എത്ര വലിയ ദൈവം സർട്ടിഫൈ ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അവൻ സ്വന്തം ചെയ്യുന്നു. ഹൃദയം കല്ലായി കഴിയുമ്പോൾ, ജഡം അങ്ങോട്ട് ഹൃദയം കല്ലായി കഴിയുമ്പോൾ, ഇന്ന് പകൽ എങ്ങനെയാ നമുക്കൊന്ന് ശോധനയാണ്. തീർച്ചയായും വരുമ്പോൾ ഒരു ഉരുക്കം, ഒരു കണ്ണുനീർ, ഒരു നെടുവീർപ്പ്, നാദം ചെയ്തു. ആ ഒരു മൂവ് നിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോർഡ് സംവെയർ ഇറ്റ്സ് എ പ്രോബ്ലം. എവരിവന്റെ ഉള്ളക്കല്ല ദൈവത്തിന് വന്നിരിക്കുമ്പോൾ തന്നെ അവനെ ഓർക്കുമ്പോൾ പൊട്ടിക്കരയണം. കാരണം നമ്മെ സ്നേഹിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് ജീവനെ തന്ന പ്രാണപ്രിയനെ കാണും. ദൈവത്തിന് വരുമ്പോഴേ നമ്മുടെ ആരമായിരിക്കണം. We should just see him by faith. വിശ്വാസത്തിൽ അവനെ കാണണം, അവൻ അടുത്തു നടക്കുന്നത് കാണണം, അവനെ ടച്ച് ചെയ്യാനൊരു കൊതി. ആ ചലനം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് വരുമ്പോൾ ഇല്ലാതിരിക്കുമ്പോൾ എവിടെയോ കഠിന ഹൃദയം എനിക്കുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നോക്കൂ, ഇവിടെ നാം വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അല്ലെ ദൈവ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടാൻ തടസ്സമായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. അവൻ അതെല്ലാവർക്കും സംഭവിക്കാം. കഠിന ഹൃദയം ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നവർക്കും സംഭവിക്കാം, അകന്നിരിക്കുന്നവർക്കും സംഭവിക്കാം എന്ന പരിശുദ്ധാത്മാ നമ്മോട് സംസാരിക്കാം. This message may feel familiar to you because last year when we talked about having faith and faithfulness, the Holy Spirit spoke to us in a very similar message, but that's the beauty of the Word of God. He comes back and reminds you things that you forget. And none of us are immune from a hardened heart. Even though we learn our lesson, we go back and continue those mistakes again. So that's why the Holy Spirit feels it apt to remind us all again, in order to perfect holiness, you must remove your hardened heart. You must break your hardened heart. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷവും പരിശുദ്ധാത്മാവോട് സംസാരിച്ചു. കാരണം നമ്മള് ആ ചിന്ത ആധാരമാക്കിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലെ 8-ാമത്തെ വാക്യമാണ്. കാരണം അവിടെ പറയുന്നത് ആര് ഈ നഗരത്തിൽ കയറത്തില്ല. അവിടെ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കയറാത്തവരുടെ ലിസ്റ്റ് പറയുന്നത്, ഒന്നാമത്തെ ഭീരുക്കൾ അവിടെ കയറത്തില്ല, ഭയം, കിക്ക് ഔട്ട്. അവൻ തികഞ്ഞ സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഭയം പുറത്താകും. രണ്ടാമത് അവൻ കഴിഞ്ഞ വർഷം നമ്മൾ ചിന്തിച്ചു, അവിശ്വാസികൾക്ക് അവിടെ കയറാനായിട്ട്, അവൻ വിശ്വാസമില്ലാത്തവർക്ക്, വിശ്വസ്തതയില്ലാത്തവർക്ക് അവിടെ കയറാൻ പറ്റില്ല. അതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ വർഷവും കഠിന ഹൃദയത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചാറുണ്ട്. ഇന്ന് സംസാരിക്കുമ്പോൾ അല്പം സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നും. എന്നാൽ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ, അവൻ ചോദ്യം ചെയ്യുന്നു, അത് ആവർത്തിച്ച് നമ്മോട് എപ്പോ സംസാരിച്ചാലും എപ്പോഴും അത് പുതുമയുള്ള വചനം തന്നെ ആയിരിക്കും. അവൻ സ്വന്തം എപ്പോഴും വചനം ഓർപ്പിച്ചുണർത്തുക ആവശ്യമെന്ന പൗലോസ് പറയുന്ന പോലെ ഓർപ്പിച്ച് നമ്മളെ ഉണർത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് അവൻ ശ്രദ്ധയുള്ള വചനത്തെ നമുക്ക് ശ്രമിക്കാം. So without further ado, time's flying by. I'm going to talk about verses 4, 6, 8, and 9. Verse 4 says, "Restore us again, O God of our salvation, and put away your indignation towards us." That should be our prayer, our cry, as we are people who struggle with a hardened heart. It is God, as we can see in the initial verses, it is God who shows favor to us and restores us and forgives our iniquity and covers our sin and withdraws his wrath. So know that we should pray unto him to restore our heart again from its state of hardness. And it says, and the psalmist is crying out, put away your indignation towards us. If there's something that God hates, it's hard-heartedness. When you look at Exodus, when you see the children of Israel in their travels, we see how much God is angry with their stiff-neckedness. God tells Moses many times, I'm going to destroy these people because of their stiff-necked, their hard-hearted ways. If there's something that God cannot accept, something that's not tolerable, it's the quality of a hardened heart. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് അവൻ കഠിന ഹൃദയം. അവൻ സ്വന്തം കഠിന ഹൃദയത്തിൽ നിന്നാണ് എപ്പോഴും റിബല്യൻ, മറുതലിപ്പുണ്ടാകുന്നത്. നോക്കൂ, അവിടെ നാം വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യം, അവൻ പ്രധാനമായ 4 വാക്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ,
ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. അവിടെ ദൈവത്തോട് അപേക്ഷിക്കുക. ഈ പ്രാർത്ഥന നമ്മുടെ നിലവിളിയാകട്ടെ. കർത്താവേ, ആമേൻ, ഞങ്ങളോട് അങ്ങേക്ക് നീരസം തോന്നാൻ കാരണം പലപ്പോഴും ഞങ്ങളുടെ കഠിന ഹൃദയമാണ്. എപ്പോഴും നിന്നെ അറിഞ്ഞിട്ട് നിന്റെ വഴികൾ നടക്കാൻ സന്നദ്ധതയില്ലാതെ ആമേൻ ജഡത്തിന്റെ ഇഷ്ടത്തിന് പോകുന്ന ഞങ്ങളുടെ സ്വഭാവം നിങ്ങൾ ക്ഷമിക്കണമേ. അതുകൊണ്ട് ഞങ്ങൾക്കിത് സഹായമാണ്. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ആമേൻ. ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാ ആമേൻ സ്വന്തം കടാക്ഷിക്കുന്ന ഒരു ദൈവം, മനസ്സറിയുന്ന ഒരു ദൈവം, അവൻ ഫേവർ തോന്നുന്ന ഒരു ദൈവം. അവൻ ലോകമെല്ലാം നിന്നെയും എന്നെയും തള്ളിക്കളയുമ്പോൾ നമ്മോട് കടാക്ഷിക്കുക. അവിടെ പറയാ, ദേശത്ത് നീ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ എന്ത് ചെയ്യുന്നു, മടക്കി. ഫേവർ തോന്നുമ്പോൾ, നമ്മോടൊരു ഇഷ്ടം തോന്നുമ്പോൾ, നമ്മുടെ സ്വന്തം അവിശ്വാസത്തെ ചികിത്സിച്ചിട്ട് നമ്മളെ മടക്കി വരുത്തുന്ന ഒരു ദൈവം. അതുകൊണ്ട് കരയുന്ന കർത്താവേ കടാക്ഷിക്കണമേ, ഞങ്ങളെ മടക്കി വരുത്തുന്ന പറയാം. കാരണം തന്റെ ജനത്തെ മടക്കി വരുത്തുന്ന ഒരു ദൈവം. അടുത്ത് പറയുക, നീ നിന്റെ ജനത്തിന്റെ അകൃത്യമൊക്കെയും മോചിച്ച് അവന്റെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. ഈ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒത്തിരി കുറവുള്ളവരായിരിക്കാം, എന്നാൽ അവന് ഫേവർ തോന്നി. അതുകൊണ്ട് ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനയാണ്, കർത്താവേ അവൻ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളുടെ നീരസമയം നീ കരഞ്ഞുകൊണ്ട് ആരാധനയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് എന്ത് പറ്റുമെന്ന് തോന്നി കഴിഞ്ഞാല് അവൻ കടാക്ഷിക്കും, നിന്നോട് കടാക്ഷം തോന്നും, നിന്നെ മടക്കി വരുത്തും. മാത്രമല്ല അകൃത്യമൊക്കെ അവൻ എന്ത് ചെയ്യും, മോചിക്കും. അതല്ല അടുത്ത വാക്യം പറയാ, അവൻ അവരുടെ പാപമൊക്കെ എന്തുവാ മൂടും. അവൻ പിശാച് അവരെന്ന് ചൂണ്ടിക്കാണിക്കാൻ നോക്കുമ്പോൾ ദൈവം മൂടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുമോ? ഇന്ന് ലോകത്തില് നിന്നെ നിന്റെ വീട്ടുകാര്, നാട്ടുകാര്, പാസ്റ്റർ, കൂട്ടുവിശ്വാസികളൊക്കെ വിളിക്കാം, അവൻ ഇന്ന കുറവുള്ളവനാ. എന്നാൽ നീ മടങ്ങി വന്നൊന്ന് കരയാണ്, കർത്താവേ എന്റെ കഠിനഹൃദയം ക്ഷമിക്കണമേ, എന്നോട് കടാക്ഷിക്കണം എന്ന് നിലവിളിച്ചാല് അവന് കടാക്ഷം തോന്നിയാലുണ്ടല്ലോ, നിന്റെ അകൃത്യമൊക്കെയും അവൻ സ്വന്തം ക്ഷമിച്ചിട്ട് നിന്നെ മടക്കി വരുത്തുമെന്ന് മാത്രമല്ല പാപങ്ങളെയൊക്കെ അവൻ എന്ത് ചെയ്യും, മൂടിക്കളയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇരിക്കുമ്പോൾ കർത്താവേ എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, അവൻ സ്വന്തം ചെയ്യുന്നു, എന്നോട് കടാക്ഷിക്കണമേ, യഥാസ്ഥാനപ്പെടുത്തണമെന്ന പ്രാർത്ഥന നമ്മുടെ ചങ്ങനകത്ത് നിന്ന് ഉയരട്ടെ. നോക്കി, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ഹൃദയകാഠിന്യത്തോട് അവർ പ്രവർത്തിച്ചപ്പോൾ ദൈവരെ വെറുത്തു. അവൻ സ്വന്തം ചെയ്യുന്ന സ്വസ്ഥതയിൽ പ്രവേശിക്കത്തുന്ന ക്രോധത്തില് സത്യം ചെയ്യത്തക്കവണ്ണം ദൈവം അവൻ വെറുപ്പ് തോന്നി. കാരണം ഹൃദയകാഠിന്യം ദൈവജനമേ നമ്മെ ദൈവത്തോടകത്തുന്ന ഒരു വിഷയമാണ്. അവിടെ ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. 4-ാം വാക്യം പോലെ, കർത്താവേ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, Verse 6, will you not revive us again, that your people may rejoice in you? Notice again, God is willing to revive you again and again, but the problem is we don't realize that we need reviving. And also the word revive, to make alive again. The quality of a hardened heart. If you want to imagine what a hardened heart looks like, if you want to use your imagination, you're something that doesn't have any life to it. It's not beating, it's not pumping, it's not red, it doesn't have any blood in it. It's like stone. That's what God is saying. I'll remove your heart of stone and will make it a heart of flesh. It's the quality of not being alive. A hardened heart is not able to break or to repent or to be contrite. And we know that an offering of a contrite heart, God is not able to refuse that. Also, we are not able to hurt. I've heard someone put it like this: Lord, let my heart break, let my heart hurt for the things in my life that hurt you. If you have a hardened heart, you will never be in alignment with God, in sync with God, in tune with God, so that when His heart is hurting, when He sees things in your life, if you have a hardened heart, that nothing, your demeanor won't change. But if you have a heart that's not hardened, when God is hurting, when God is sad, you will be able to discern His will, and you will be able to feel contriteness, repentance, sadness over the things in your life that need changing. Also, the second part of that verse, that your people may rejoice in you. Hard-heartedness keeps you from joy. Any kind of Christian life that is devoid of joy is not holy. And the problem is, the misconception is that, if I don't laugh, if I keep myself rigid, then I must be holy. But that many times it comes from pride. That's hard-heartedness. But unless God breaks your hard-heartedness, you won't have the joy of the Lord in you. You won't be able to rejoice. So hard-heartedness, you might be thinking, I'm so holy, it's a defense mechanism that I'm putting up to not rejoice. But you not rejoicing is you not having a heart that's able to know what makes God rejoice. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും
ജീവിപ്പിക്കുകയില്ല. കഠിന ഹൃദയം എന്ന് പറയുമ്പോൾ നോക്കിയാൽ അത് കല്ല് പോലുള്ള ഹൃദയം. സാധാരണ ഹൃദയം മാംസളമാണ്. മാംസളമാണെങ്കിൽ മാത്രമേ അത് പമ്പ് ചെയ്യത്തുള്ളൂ, രക്തം ഒഴുകത്തുള്ളൂ. എന്നാൽ കല്ല് പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ റിയാക്ഷൻ ഇല്ല, അവിടെ ജീവനില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, അവിടെ ഒന്നും നടക്കാൻ പറ്റില്ല. അത് ബ്രേക്ക് ചെയ്യാത്ത കല്ല് പോലുള്ള ഹൃദയം എന്ന് ബൈബിൾ നമ്മെ പലപ്പോഴും പഠിപ്പിക്കും. അവൻ സ്വന്തം ഈ ഉള്ളം, ഈ അവൻ ഹൃദയം ഒന്ന് ഉടഞ്ഞാൽ അത് ഒന്ന് മാംസളമായ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് എന്ത് ചെയ്യത്തില്ല, വികസിക്കത്തില്ല. ഇത് പകൽക്കാലം മൊത്തം പിശാചിനറിയാം എവിടെ നിങ്ങളെ അറ്റാക്ക് ചെയ്യണം. കാരണം ദൈവം നിന്റെ ഹൃദയം നുറുക്കത്തോട് നീ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കടാക്ഷം എപ്പോഴും നിന്റെ ഉള്ളിൽ നിന്ന് കണ്ണുനീർ, കാരണം ഉള്ളിൽ തേങ്ങലോട് കരച്ചിലോട് ആ വലിയ അനുതാപത്തോട് വന്നിരിക്കുമ്പോൾ കർത്താവിന് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. കാരണം ഹാഗാറിന്റെ പൈതലിന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പരിഹാസിയായിരുന്നിട്ട് പോലും, ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം, പരിഹാസിയായിരുന്ന ഹാഗാറിന്റെ മകൻ ഇസ്മായേലിന്റെ നിലവിളി, ബൈബിൾ പറയുന്ന ഇസ്മായേലിന്റെ നിലവിളി കേട്ട ഒരു ദൈവം, ഇസ്മായേലിന്റെ നിലവിളി, ബാലിന്റെ നിലവിളി, അത് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയം. നീ ഒരു പരിഹാസിയാണ് നീ എന്ന് പോലും നീ ഭാവിയിരുന്ന പോലും ആ ഹൃദയം ഒന്ന് ഉരുകും. ആ നിലവിളിക്കുമ്പോൾ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഉടനെ ദൂതനെ വിട്ടിട്ട് ഹാഗാറെ അവൻ കണ്ണു തുറക്കുന്ന അവിടേക്ക് വേറെ വഴിയൊന്നും വേണ്ട, ആരും ഒന്ന് സഹായം എത്തിക്കണ്ട, ടാങ്കർ ലോറി വെള്ളം എത്തിക്കണ്ട, നിന്റെ കണ്ണു തുറക്കും, നിന്റെ കണ്ണു തുറക്കും. അടമന ഹതന. അതുകൊണ്ടാ പറയാ, സംഗതി പറയാ, കർത്താവേ അവനോട് പറയാ, നിന്റെ ജനം നിന്നില് ആനന്ദിക്കണം, ഞങ്ങളെ ജീവിപ്പിക്കണേ. ആ കല്ല് പോലുള്ള ഹൃദയം ഒന്ന് മാറ്റിയിട്ട് അതിനൊന്ന് മാംസളമാക്കണേ. ഇന്ന് പകൽക്കാലം നമ്മുടെ നിലവിളി അതാകട്ടെ. കാരണം കല്ല് പോലുള്ള ഉള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തത്തില്ല. അതുകൊണ്ട് ആ പിശാച് എപ്പോഴും നമ്മുടെ ഹൃദയത്തെ കല്ലാക്കുന്നുള്ള ആറാമൊക്കെ വരുമ്പോൾ കർത്താവേ തകർന്നു മുറുങ്ങിയിരിക്കുന്ന ഹൃദയത്താ. എന്നാൽ ഈ കല്ല് പോലുള്ള ഹൃദയം ഇരിക്കുമ്പോൾ പലപ്പോഴും നിന്റെ കാഠിന്യ നിമിത്തം നിന്റെ കുറവ് കാണാൻ പറ്റുകയില്ല. കല്ല് പോലെ ഹൃദയത്തിന് വേദനിക്കാൻ പറ്റില്ല. അതിന് വേദനയില്ല, അതിന് യാതൊരു റെസ്പോൺസും ഇല്ല. അത് ജസ്റ്റ് ബ്ലാങ്കാ, ഒന്നുമില്ല, ഒരു പ്രതികരണവും ഇല്ലാത്ത. എന്നാല് മാംസളമായ ഹൃദയമാണ്, അതിന് വേദന ഉണ്ടാകും. എന്ത് വേദന ഉണ്ടാകും? നീ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന വല്ലം വന്നാല് നിന്റെ ചങ്കും വേദനയും. കർത്താവേ, ഈ പാവം നിന്നെ വിഷമിപ്പിച്ചല്ലോ, നിന്നെ ഞാൻ വീണ്ടും ക്രൂശിച്ചല്ലോ, കർത്താവേ, നിന്നെ ഞാൻ വീണ്ടും അപവാദമാക്കിയല്ലോ പിശാചിന്റെ മുമ്പില് എന്ന് പറഞ്ഞ് അവൻ നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ അവൻ അങ്ങോട്ട് വരുമ്പോൾ നീ പൊട്ടി കരയാൻ തുടങ്ങും. കർത്താവേ, ഞാൻ വീണ്ടും നിന്നെ വേദനിപ്പിച്ചോ, കർത്താവേ, ഞാൻ വീണ്ടും നിന്നെ സങ്കടപ്പെടുത്തിയോ, കർത്താവേ ഹൃദയം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ദാവീദും പാടുന്നത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ കർത്താവേ, മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ എന്നെ എന്ത് ചെയ്യണേ കർത്താവേ. അങ്ങനെ എപ്പോഴും നിലവിളിക്കുന്ന. അതുകൊണ്ടാ ശ്രദ്ധിക്കണേ, എനിക്ക് പോലും ദാവീദിനോട് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. അവൻ സ്വന്തം എനിക്ക് പോലും എന്റെ യേശുവിനെ നോക്കിക്കേ, അവൻ നുറുങ്ങി കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ അപ്പനാന്ന് പറയാൻ പോലും യേശുവിന് ഒരു ലക്ഷ്യം ഉണ്ടായില്ല ദാവീദിനെ കുറിച്ച്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നിട്ട്, അതാ എന്റെ ദൈവത്തിന്റെ സ്നേഹം. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ദൈവസംഗി വരുമ്പോ പറയണം, കർത്താവേ, അവൻ മാംസളമായ ഹൃദയം, അവൻ ഞാനൊന്ന് ജീവിക്കണം, എനിക്കൊരു ജീവൻ വെക്കണം, ഒരു ഹാർട്ട് ബീറ്റ് ചെയ്യണം, പമ്പ് ചെയ്യണം, രക്തം ഒന്ന് ഒഴുകണം, ഞാനൊന്ന് കരയണം, ഒന്ന് ഉടയണം. നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എന്റെ ജീവിതത്തിന്റെ രീതികൾ കാണുമ്പോൾ എനിക്കും ഒന്ന് പൊട്ടിക്കരയണം കർത്താവേ. എനിക്കൊരു മടങ്ങി വരവ്, ഒരു ഉണർവ്, എനിക്കൊരു ജീവൻ ഉണ്ടാകണം. കേവലം പേരിന് വന്ന് ആരാധനയ്ക്ക് ഇരുന്നിട്ട് പോയിട്ട് ആചരിട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ ആരാധിക്കുന്നെങ്കിൽ ജീവനോട് തന്നെ ആരാധിക്കണം. അത് നിനക്ക് പ്രസാദമുള്ള യാഗമായി തീരണം. അതുകൊണ്ട് നിന്റെ ജനം, മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ എന്റെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകത്തുള്ളൂ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണം. നമുക്ക് ക്രിസ്ത്യ ജീവിതം ചില വിചാരം വന്നിരുന്ന് ഒരു ചിരിക്കൊന്നും ചെയ്യാതെ പോകുമ്പോൾ വിശുദ്ധിയാണ്. അങ്ങനെയുള്ള പല മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സ്വപ്നം ചെയ്യുന്ന ബാംഗ്ലൂർ തമ്മാച്ചാൻ ഉണ്ടായിരുന്നു. അവനൊരു ഡോക്ടർ ബാബുവിന്റെ കൂട്ടത്തിലോട്ട് പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ചിരിക്കരുത്, അവൻ ആവശ്യമില്ലാതെ അത് പരിഹാസമാണ്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധരായിരിക്കണം എപ്പോഴും. അങ്ങനെയൊന്നുമല്ല യേശു ദൈവം പഠിപ്പിക്കുന്ന വചനം. അതുകൊണ്ട് വചനത്തിന്റെ ക്ലാരിറ്റി കിട്ടണം, പരിശുദ്ധാത്മാവ് നടക്കണം. വചനം പറഞ്ഞതിന് ജനം നിന്നിൽ എന്ത് ചെയ്യണം? ആനന്ദിക്കണം, നീ ചിരിക്കണം. നിന്റെ മുഖം എപ്പോഴും, നീണ്ട മുഖം പോലും ഗൗരവമുള്ള മുഖമല്ല. നിന്റെ മുഖത്തേക്ക് ഒരാൾ നോക്കുമ്പോഴേ മോന്റെ മുഖത്തൊരു തേജസ് ഉണ്ടല്ലോ, ഒരു പുഞ്ചിരി. ആൾക്കാർക്ക് നിന്നെ അക്സെപ്റ്റബിൾ ആയി തോന്നും. നിന്റെ അടുക്ക വന്ന് സംസാരിക്കാൻ കൊതി വരണം. അത് നിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ കഠിന ഹൃദയം, കല്ല് പോലെ ഹൃദയം വരുമ്പോൾ നിന്റെ എടുത്തറിച്ചുള്ള മറുപടി. അവൻ സ്നേഹമില്ലാത്ത ആരും നിന്റെ അടുക്ക വരാനോട്ട് തോന്നത്തില്ല, ഒരു ഭാരം നിന്റെ അടുക്ക വന്ന് പറയാനും തോന്നത്തില്ല. അതുകൊണ്ട് പറയാം, കർത്താവേ, ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ ജീവിപ്പിക്കാൻ കല്ല് പോലെ ഹൃദയം ഒന്ന് മാറ്റി മാംസമായ ഹൃദയം തരാൻ നമ്മുടെ ഹൃദയം ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കട്ടെ. Last few verses I'm going to talk about is 8 and 9. We talk about them together. Verse 8 says, "Let me hear what
God the Lord will speak, for he will speak peace to his people, to his saints, but let them not turn back to folly. I love this verse because it starts out by saying, let me hear. A hardened heart already assumes that it knows. That's why the rebellion happens, because it assumes that it's doing what God wants, or it closes its ear to what God actually wants. In order to prevent yourself from your heart hardening again, you have to hear what the Lord your God is going to speak, because what he speaks is peace. It's peace giving. It will give you peace. It will keep you from a hardened heart. But let them not turn back to folly. Let us not fall victim to the cycle of, oh, I have a hardened heart, I come back to God for repentance, my heart is restored and revived again, and then I go back into the hard-heartedness again. It's a cycle of doom. God does not want that cycle of doom in your life. Let them not turn back to folly. If you know the truth and you'll go back to the hard-heartedness, it's called folly, foolishness. It's not even ignorance at that point, because you know it's deliberate, purposeful foolishness. Do not go back to folly. Verse 9, surely his salvation is near to those who fear him. A hardened heart does not fear God. It does not have reverence towards God. It's jaded. It thinks, oh, I've seen it, I've been there, I've done that, I've already seen everything that has to be seen. A hardened heart needs to learn how to fear God and revere God, because only then will his salvation be near. And that final line says that his glory may dwell in our land. We talked about this here. You need to perfect holiness. Why? Because God so desperately wants to dwell in your midst, and he cannot dwell in your midst unless you are holy. So if you want his transformative glory to dwell in your land, in our hearts, then that glory needs to have a home. That hardened heart must change. Amen. പ്രിയമുള്ളവരെ 8-9 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെയാ പറയുന്നത്, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോട്, തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. അവൻ സ്വന്തം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് തിരിച്ചാണ് പറയുന്നത്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ സ്വന്തം ചെയ്യുന്നു, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവൻ സ്വന്തം ചെയ്യുന്നു. അങ്ങനെ കേൾക്കുമ്പോൾ അവൻ തന്റെ ജനത്തോട് സമാധാനം അരുളും. എന്നാൽ ആ ജനം വീണ്ടും ഭോഷത്വത്തിലേക്ക് തിരിയാതെ ഇരിക്കട്ടെ. അങ്ങനെയാണ് കറക്റ്റ് ട്രാൻസ്ലേഷനിൽ വരേണ്ടത്. അടുത്തത് 9-ാമത്തെ വാക്യം, തിരുമഹത്വം ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവൻ കഠിന ഹൃദയം ദൈവശബ്ദം കേൾക്കത്തില്ല. എന്നാൽ മാംസളമായ ഹൃദയം വരുമ്പോൾ ഇവിടെ പറയുക, I will listen to what God says. ദൈവം പറയുന്നത് ഞാൻ ശ്രദ്ധിക്കും, ഞാൻ കേൾക്കും. കേൾക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയൊരു കാര്യം, തന്റെ ജനത്തോട് അവൻ സമാധാനം, പീസ് സംസാരിക്കും. ഇന്ന് പകൽക്കാലം കലുഷിതമാണോ നിങ്ങളുടെ ജീവിതം? എന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവന്റെ ഇഷ്ടം ചെയ്യാൻ ഏൽപ്പിക്കുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് ദൈവ സമാധാനം. അവൻ എത്ര കുഴഞ്ഞു പറഞ്ഞ വിഷയമാണെങ്കിലും, നാളുകൾ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയമാണെങ്കിലും, ഇപ്പോഴും കൈപ്പത്തി പോലുള്ള മേഘം പോലും കാണാത്ത വിഷയമാണെങ്കിലും, നിന്റെ ഉള്ളത്തിൽ വലിയൊരു സമാധാനം. ഞാൻ അവന്റെ അടുക്കിലേക്ക് തിരിയുമ്പോൾ ആ കാര്യം എന്റെ ദൈവം നോക്കിയിരിക്കുന്നു എന്നൊരു ഉറപ്പ്, ആ സമാധാനം. പക്ഷെ ദൈവം പറയുക, അവൻ എന്നും എന്നൊരു സൈക്കിള് വരും, മാനസാന്തരപ്പെടും, വീണ്ടും പോയി പാപം ചെയ്യും, വരും, മാനസാന്തരപ്പെടും, വീണ്ടും പോയി. അതേപോലെ ആ ഒരു സൈക്കിളിലേക്ക് നീ വീടല്ലേ. അവൻ ഹൃദയം കഠിനപ്പെടുമ്പോഴാ, കല്ലാകുമ്പോഴാ വീണ്ടും നീ പാപം ചെയ്യുന്നത്. ഹൃദയം കഠിനപ്പെടുമ്പോഴാ ദൈവത്തെ മുറിവേൽപ്പിക്കാൻ നിനക്കൊരു ദുഃഖവും തോന്നാത്തത്. ഇല്ലെങ്കിൽ നീ ചിന്തിക്കുന്ന, ഞാൻ എങ്ങനെയാ വീണ്ടും എന്റെ യേശുവിനെ അവൻ കുലമരത്തിൽ ക്രൂശിക്കുന്നത്? അവനെ വീണ്ടും ക്രൂശിച്ചുകൂടാ. അവനെ വീണ്ടും അടിക്കാൻ ദൈവത്തിന് വരം അനുവദിക്കുന്നില്ല. മോശ 2 വട്ടം അവനെ വീണ്ടും അടിച്ചപ്പോൾ കനാൻ നാട്, വിശ്രമദേശം പോലും, ദൈവം സർട്ടിഫൈ ചെയ്ത മോശയ്ക്ക് വിശ്രമദേശം പോലും കാണാൻ പറ്റിയില്ലെങ്കിൽ ആരാ ദൈവം സർട്ടിഫൈ ചെയ്ത ഭക്തനാന്ന് ഓർക്കണം. അവൻ ലോകത്തിലെ മനുഷ്യൻ പറഞ്ഞതല്ല, ദൈവം സർട്ടിഫൈ ചെയ്ത അവൻ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ അവനും സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ടില്ല. ഇത്രയും ജനത്തെ നയിച്ച് ദൈവത്താൽ അവരുടെ വിശുദ്ധരാണ്, ആരെങ്കിലും ഓർത്ത് സൂക്ഷിച്ചോ. കർത്താവേ, കല്ലുപോലെ ഹൃദയം മാറ്റ്, എനിക്ക് എപ്പോഴും മടങ്ങുമെന്ന് വീണ്ടും പോയി പാപം ചെയ്ത് വീണ്ടും ആ സൈക്കിളിൽ തുടരാതെ, കർത്താവേ, ആ കഠിന ഹൃദയം എന്നിൽ നിന്ന് അകറ്റി എപ്പോഴും അവൻ നീ വേദനിക്കുന്ന വിഷയത്തിൽ ഞാനും വേദനിക്കണം. അവൻ നിനക്ക് ഞാൻ ചെയ്യുന്ന, ചിലപ്പം ഇന്ന് പകലി വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും, എനിക്കോ നിങ്ങൾക്കോ ആർക്കെങ്കിലും ചില പാപത്തോട് പ്രവൃത്തി കാണാം. പക്ഷെ ആ പാപം ചെയ്യുമ്പോൾ യേശുവിനെ ക്രൂശിക്കുന്ന അവസ്ഥയായിരിക്കാം. പക്ഷേ മാംസളമായ ഹൃദയമാണെങ്കിൽ നിന്റെ ഹൃദയം നോവും.
വേദനയ്ക്കും യേശുവിന്റെ വേദന നിന്റെ വേദനയായിട്ട് മാറ്റപ്പെടും. പിന്നെ ആ പാപത്തെ സ്നേഹിക്കാൻ ഞാൻ ഇനി പോകുമോ എന്നൊരു ചോദ്യം. നീ ചെയ്യുന്ന പാപം യേശുവിനെ വീണ്ടും ക്രൂശിക്കുകയും അവന്റെ ചങ്കു കുത്തിക്കീറുകയും ചെയ്യുന്നതാകുമ്പോൾ നിന്റെ ചങ്കു വേദനയ്ക്ക് പറയും, ഇല്ല, മരിച്ചാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ആ പാപം ചെയ്യത്തില്ല. അതാണ് അവൻ ആ മാംസമായ ഹൃദയം, ആ റിപ്പന്റന്റ് ഹാർട്ട്. അതിനുവേണ്ടി പ്രാർത്ഥന. വീണ്ടും മടങ്ങിപ്പോയി കല്ലാകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ജനം വീണ്ടും ഭോഷത്വത്തിലേക്ക്, ഫൂളിഷ്നെസ്സിലേക്ക് കൈ നീട്ടരുത്. അതുകൊണ്ടാ സമാധാനം തന്നെ തിരിച്ചറിയാൻ. നീ പാപം ചെയ്യുമ്പോൾ നിന്റെ സമാധാനം പോവുകയല്ലേ ചെയ്യുന്നത്. എന്ത് ഗുണമുണ്ടാകും? നീ എത്ര വട്ടം ചെയ്തു, അതൊരിക്കലും നിന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും നീ ആ കുരുക്കിനകത്ത് പോയി വീഴുന്നത് എങ്ങനെയാ? അത് നിന്റെ സന്തോഷത്തിൽ എടുത്ത് കളയുന്നില്ലയോ? പരിശുദ്ധമ്മ പറയാ, വീണ്ടും ഫോളിയിലേക്ക് തന്റെ ജനം കൈനീട്ടാതിരിക്കേണ്ടതിന്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സമാധാനം വരണം. ദൈവം അവസാന വാക്യം ഇങ്ങനെയാ പറയുന്നത്. അവൻ 9-ാമത്തെ വാക്യം, തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടത്. നോക്കൂ, പാപമകന്ന് ദൈവമക്കൾ ജീവിക്കുമ്പോൾ അവിടെ മധ്യേ വന്ന് വസിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. നമുക്ക് മിസ്രൈം വിട്ടിട്ട് ഇസ്രയേല് അവൻ സ്വന്തം ദൈവത്തെ ആരാധിപ്പാൻ മരുഭൂമിയിലോട്ട് പോകുമ്പോൾ അന്യഭാഷയുള്ള ജനത്തെ വിട്ടിട്ട്, അവൻ സ്വന്തം വിഗ്രഹാരാധനയുള്ള ദേശം വിട്ടിട്ട്, കഠിന ഹൃദയമുള്ളവരുടെ കൂട്ടം വിട്ടിട്ട് അവൻ സ്വന്തം ചോരത്തള്ളിയെ ആചരിച്ച് ഹല്ലേലൂയ, അവൻ സ്വന്തം കൈപ്പിച്ചിരിയോടുകൂടി അവൻ സ്വന്തം പുളിപ്പില്ലാത്ത അപ്പം തിന്ന് ആ ചെങ്കടൽ കടന്ന് മരുഭൂമിയാകുന്ന അവസ്ഥകളിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ 3 ദിവസം വഴിദൂരമുള്ള യാത്രകൾ അവർ തിരിക്കുമ്പോൾ ദൈവം അത് കണ്ടിട്ട് പറയാ, എനിക്ക് അവിടെ മധ്യത്തിൽ വസിക്കണം. മോശയോട് പറയാം, മോശെ എനിക്ക് വേണ്ടി ഒരു കൂടാരം നീ ഉണ്ടാക്ക്. ഐ വാണ്ട് ടു ഡ്വെൽ ഇൻ യുവർ മിഡ്സ്റ്റ്. നമ്മൾ എന്ത് പകൽക്കാലം ഓർത്തോണം, കൂടാരവ ഇസ്രായേലിനെ നോക്കിയാൽ മതി. അവൻ നടന്നു പോകുന്ന ഇസ്രായേൽ ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല, എണ്ണപ്പെടുന്നില്ല. വിശുദ്ധിയിൽ വേർപെട്ടൊരു ജനം അവിടെ നടുവിൽ നിൽക്കുകയാണ്. അവൻ മേഘസ്തംഭം, ഹല്ലേലൂയ, പകൽ മേഘസ്തംഭം, രാത്രിയിൽ എന്തുവാ തൂണ് ഉടമനക സന്ധരടിയ. ദൈവം പറയാ, അങ്ങോട്ട് സ്വർഗത്തിൽ എന്താ ഇല്ലാത്ത? ദൈവത്തിന് എന്തൊരു ആനന്ദമാ. 24 മണിക്കൂറും സാറാബുകൾ ആരാധിക്കുന്ന അവസ്ഥയില്ലയോ ദൈവത്തിന്. പക്ഷേ ഈ കഠിന ഹൃദയമുള്ള പലപ്പോഴും പിന്മാറി പോകുന്ന ജനം രൂപാന്തരപ്പെട്ട് അടുത്ത് വരുമ്പോ അവിടെ നടുവ് വന്നു വസിക്കാൻ കുതിക്കുന്ന ഇഷ്ടമുള്ള ഒരു ദൈവം. അതാ 7-ാം തോട്ടത്തിൽ കാണുന്നത്. എല്ലാ ദിവസവും സ്വർഗാദി സ്വർഗങ്ങളിൽ അവൻ സദാസമയം ദൂതസഞ്ചയം ആരാധിക്കുന്ന ആ സ്വർഗീയ പിതാവുണ്ടല്ലോ. വെയിലാറുമ്പോ മനുഷ്യന്റെ അടുക്കളോടെ ഇറങ്ങി വരിക, അവിടെ ഒന്നുകൂടെ സമയം ചെലവഴിക്കുക. ഓ, തിരുമഹത്വം ദേശത്ത് വസിക്കേണ്ടതിന്, തിരുമഹത്വം നിങ്ങളുടെ വീട്ടിൽ വസിക്കേണ്ടതിന്, തിരുമഹത്വം നിങ്ങളുടെ സഭയിൽ വസിക്കേണ്ടതിന് അവൻ. അതുകൊണ്ട് ഈ നാടുകളിൽ കഠിനഹൃദയം അകറ്റി അവനോടൊപ്പം അവൻ നടക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. ഹൃദയകാഠിന്യം അകറ്റി ദൈവത്തോടുകൂടി അടുത്ത് നടക്കുമ്പോൾ അവന്റെ മഹത്വം നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുക മാത്രമല്ല, നിന്റെ തന്റെ രക്ഷ അവൻ തന്റെ ജനത്തിന് കാണിച്ചു കൊടുത്തു. മനുഷ്യർക്ക് വന്നരിക്കാൻ കഴിയാത്ത കുലുക്കുകൾ അവൻ അഴിയും. നമ്മൾ വായിച്ചുകൾ 64 ദൈവം നിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ശത്രുക്കൾ ചെതറാൻ തുടങ്ങും. നിന്റെ അവകാശങ്ങൾ എവിടെയെല്ലാം പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നോ ആ കയറുകളൊക്കെ കത്തി ചാമ്പലാകാനിടയാകും. ദൈവത്തിന്റെ മഹത്വം നിന്റെ മധ്യത്തിൽ ദേശത്തിൽ വെളിപ്പെടും. അവൻ കാണുന്നവർ പറയും, സാക്ഷാൽ ഇവർ ദൈവത്തിന്റെ ജാതി, ഇവരുടെ മധ്യേ ദൈവം വസിക്കുന്നുണ്ട് എന്ന് അവൻ വിളിച്ചു പറയുവാനിടയാകും. ഈ വചനങ്ങൾ ദൈവമായി കർത്താവിനെ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ.